ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ സെയിമാണെങ്കിൽ ഇപ്പം തന്നെ അവൻ്റെ കമ്പനിയിലത്തെ ബോസ് വിളിച്ചിട്ട് അവൻ്റെ കമ്പനിക്ക് ഇപ്പം തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നാണ് നമ്മുടെ ഇന്നോടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവർ വിളിച്ചത്. അപ്പോൾ ഒരു 7:30 ഒക്കെ ആകുമ്പോഴേക്കും 7:30 അങ്ങോട്ട് ചെന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ വണ്ടിയുടെ പെയിൻ്റല്ല മാറ്റിയത്. പെയിൻറ്റ് നല്ല കഥ തന്നെയായി. കാരണം എൻ്റെ ലിവറി, ഈ വണ്ടിക്ക് ഇടാൻ വെച്ച ലിവറി എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് പെയിൻറ്റ് വർക്കിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അകത്തൊരു സംഭവം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാനിനി അങ്ങോട്ട് പോണ വിഷ്വൽസ് കാണിച്ചു തരാം ഗൈസ്. എന്തായാലും എന്താ 7:30 ആയപ്പോഴേക്കും ഞാൻ റെഡി ആയിട്ടുണ്ട്. റെഡിയായി എന്തായാലും ഞാൻ സെറ്റാക്കിയിട്ട് ഒരു ഓട്ടോ വിളിച്ചു. എന്തായാലും അവന് പോയോണ്ട് പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ വണ്ടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഓട്ടോ വിളിക്കാമെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്ടോയിലാണെങ്കിൽ നല്ല സെറ്റ് ഓട്ടോ ആണ്. അപ്പോൾ ഈ ഒരു ഓട്ടോയിൽ നമ്മുടെ ഗാരേജിലേക്ക് പോവാണ്. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചുണ്ട്. എന്തായാലും കുറേ ഒന്നുമില്ല, ഇപ്പം എത്തും. പിന്നെ അവിടുന്ന് നടന്ന് വരുമ്പോഴേക്കും പിന്നെ കുറേ ടൈം പിടിക്കും. എന്തായാലും ഇനി നേരെ ഗാരേജിൽ എത്തിയിട്ട് കാണിക്കാം ഗൈസ്. ഗൈസ്, ഞാനാണെങ്കിൽ ഇതാ ഇവിടെ ഗാരേജിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് നടക്കാം. എന്തായാലും നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ വണ്ടിയിൽ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റീരിയറിലാണ് നമ്മൾ ഒരു ചെറിയ പണിയെടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ ലിവറി ഡിലീറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ലിവറി ഇതിലേക്ക് കയറ്റായിരുന്നു, പക്ഷെ അത് ഡിലീറ്റ് ആയിപ്പോയി എങ്ങനെയോ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ മൊത്തം പൊടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് വാഷ് ചെയ്യണം വണ്ടി, എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോവാം. എന്തായാലും വണ്ടിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നണേന്ന് നോക്ക്. എന്തായാലും പുറത്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അകത്ത് ഒരു ചെറിയ പണി എടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് നിങ്ങൾക്ക് അത്രയ്ക്കും മനസ്സിലാവില്ല, പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. നോക്കിയോ, പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല, ഒരു ചെറിയ പണിയാണ്. അപ്പോൾ അത് മനസ്സിലായവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ നമ്മുടെ കാർ വാഷിലേക്ക് ഇടാം. എന്തായാലും അവിടെ പോയിട്ട് എന്തായാലും നമുക്ക് വണ്ടി വാഷ് ചെയ്തിട്ട് വേണം തിരിച്ചിങ്ങോട്ട് വരാൻ. എന്തായാലും നമ്മുടെ സെയിം പോയിട്ടുണ്ട്. അവനക്ക് കമ്പനിയിൽ ബോസ് വിളിച്ചോണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ഒപ്പം വരാമെന്ന്. ഇനിയിപ്പോൾ എന്തായാലും അസൽ ഓട്ടോ ആണ് കേട്ടത്. അത്യാവശ്യം നല്ല വർക്കുള്ള നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നീക്കി എടുത്തിട്ട് ഈ വണ്ടിയിൽ ആ ഒരു ചെറിയ വർക്ക് എടുത്തതിൻ്റെ ആ ഒരു പൈസ ഞാനൊന്ന് കൊടുക്കട്ടെ. എന്തായാലും നമുക്ക് ഇവിടെ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് അവർക്ക് പൈസ എങ്ങനെയുള്ളതൊക്കെ കൊടുത്തിട്ട് വരാം ഗൈസ്. ഞാനാണെങ്കിൽ ഇതാ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിലെങ്കിൽ നിറച്ച് പൊടിയാണ്. നമുക്ക് എന്തായാലും ഇത് കൊണ്ടുപോയിട്ട് നേരെ കഴുകിയിട്ട് വരാം. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ഈ ഇന്നോവയിൽ നല്ല കൺട്രോളിങ് ആണ് കേട്ടോ. നമ്മുടെ സെയിമിൻ്റെ സ്വിഫ്റ്റ് ആണെങ്കിൽ ഭയങ്കര സ്പീഡ് എന്നുള്ള ഒരു രീതിക്കും അതല്ല, സ്പീഡ് ഓക്കെയാണ്. അതല്ലാണ്ട് വേറൊരു സീനുണ്ട് അതിന്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൺട്രോൾ പോവല്, അതിനൊന്നും അയാൾക്ക് കൺട്രോളൊന്നും കിട്ടില്ല. പക്ഷെ നമ്മുടെ ഈ ഇന്നോവയിലാണെങ്കിൽ അത്യാവശ്യം നല്ല കൺട്രോളൊക്കെ കിട്ടുന്നുണ്ട്. സ്പീഡും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കൺട്രോളും കിട്ടുന്നുണ്ട്. എന്തായാലും ഇനി ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവാം. നമ്മുടെ സെയിമിൻ്റെ വണ്ടിയിലെങ്കിൽ ഒട്ടും കൺട്രോൾ കിട്ടില്ല. നമുക്ക് ഇടക്കിട്ട് ഈ സ്റ്റിയറിങ് ഓട്ടോമാറ്റിക്കലി വളയാൻ ഒരു സീനൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഇന്നോവയിൽ ആ ഒരു സീനില്ല, കാരണം നല്ല കൺട്രോളിങ്ങുമാണ്, നമുക്ക് അത്യാവശ്യത്തിനുള്ള സ്പീഡും ഉണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നേരെ നമ്മുടെ പെട്രോൾ അടിക്കണം, ഡീസൽ അടിക്കണ്ട. എന്തായാലും ഇവിടുന്ന് നേരെ കാർ വാഷിലേക്ക് വിടാം. എന്തായാലും ഞാൻ ഇനി ആ കാർ വാഷിൽ എത്തിയിട്ട് അറിയാം. ഇവിടെ അടുത്ത് തന്നെയാണ്. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എന്തായാലും ഇവിടെ എത്തിയിട്ട് വാഷ് ചെയ്യണ ആ ഒരു വീഡിയോ എടുക്കാൻ മറന്നുപോയി. കാരണം അവിടുത്തെ പൈസ ഇങ്ങനെയുള്ളതൊക്കെ കൊടുത്ത് നിൽക്കണ വഴിയിൽ വണ്ടി അവരിങ്ങോട്ട് വാഷ് ചെയ്ത് തന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും വണ്ടി ഇപ്പോൾ പക്കാ ക്ലിയറാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിവിടെ നേരെ നമ്മുടെ വീട്ടിലേക്ക് വിടാം, അല്ലാണ്ട് വേറെ പരിപാടിയൊന്നുമില്ല.
ഓക്കെ എന്തായാലും നമുക്കിനി ഇവിടെ നേരെ നമ്മുടെ വീട്ടിൽ കൂടാം. എന്തായാലും പോണ വഴിക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം വീട്ടിലേക്കുള്ള. കാരണം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പോണ വഴിക്ക് നമുക്ക് എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടിൽ പോവാം. അതാകുമ്പോൾ നമുക്ക് വീട്ടിലായാലും എന്തായാലും ഉണ്ടാക്കാം. ഇവിടെ എന്താണ് സിഗ്നലാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് പോവാം. ഓക്കെ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ പോവുള്ളൂ, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഹോപ്പ് യു ഗൈസ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. വണ്ടികളുടെ മോഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല മോഡുകൾ തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് വന്ന് അറിയിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.